അറിവമ്മ അലിവമ്മ. എല്ലാവരെയും ഒരമ്മ മക്കളായി കണ്ട് സഹോദര ബുദ്ധിയോടെ സ്നേഹിക്കണം. സത്കർമ്മങ്ങൾ ചെയ്യണം. കഷ്ടപ്പെടുന്നവരെ സേവിക്കണം. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അവിടുത്തെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. അമ്മയുടെ ഈ വാക്കുകളിലൂടെ പരമമായ ആനന്ദമറിയുവാൻ നമുക്കാകട്ടെ. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടിനടുത്ത് കളത്തൂർ എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി ഭംഗിയും ആത്മീയതയും ഒത്തുചേരുന്ന ഈ ക്ഷേത്രം ഇവിടുത്തെ ചെറിയ വെള്ളച്ചാട്ടത്തിന് ഏറെ പ്രശസ്തമാണ്. വെള്ളത്തുള്ളികൾ, തെളിനീരൊഴുകുന്ന അരുവികൾ, നീന്തിത്തുടിക്കുന്ന പരൽമീനുകൾ, നനുത്ത കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന കർപ്പൂരഗന്ധം, പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും ഒഴിഞ്ഞു വീഴുന്ന ഇലച്ചാർത്തുകളും ചിരിച്ചു നിൽക്കുന്ന കാട്ടുപൂക്കളും പറഞ്ഞു വരുന്നത് പ്രകൃതിയുടെ സൗന്ദര്യവും ഭക്തിയുടെ നിറവും ഒത്തുചേർന്ന മനോഹരമായ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തെക്കുറിച്ചാണ്. മഴക്കാലത്ത് ക്ഷേത്ര പരിസരം സമ്മാനിക്കുന്നത് മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചയാണ്. ഈ സമയത്ത് ഇവിടേക്ക് സന്ദർശകരുടെ പ്രവാഹമാണ്. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലൂടെ നിറഞ്ഞൊഴുകുന്ന അരുവിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ക്ഷേത്രത്തിന് മുന്നിലായി മനോഹരമായ വെള്ളച്ചാട്ടവുമുണ്ട്. ഈ അരുവി മുറിച്ചു കടന്നു വേണം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ. അരുവി കടന്ന് കൽപ്പടവുകൾ കയറി ക്ഷേത്രമുറ്റത്തെ കൽവിളക്കിന് മുന്നിലെത്തിയാൽ കൈകൾ കൂപ്പി പാതിയടഞ്ഞ മിഴികളുമായി തൊഴുതു നിൽക്കുന്ന ഭക്തർ. സ്വയംഭൂവായ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇരട്ട ശ്രീകോവിലാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. സുബ്രഹ്മണ്യസ്വാമിക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണുള്ളത്. രാവിലെ 5:30 ക്ഷേത്രനട തുറക്കുന്നതും രാവിലെ 10 മണിക്ക് നട അടയ്ക്കുന്നതുമാണ്. വൈകുന്നേരം 5:30 തുറന്ന് 7:30 ക്ഷേത്രനട അടയ്ക്കുന്നതാണ്. 3 ദിവസത്തെ ഉത്സവമാണുള്ളത്. അതിൽ ആദ്യത്തെ ദിവസം കാവടി ഘോഷയാത്രയോടുകൂടി ഉത്സവം നടത്തപ്പെടുന്നു. രണ്ടാമത്തെ ദിവസം ഭഗവാന് ചന്ദനം ചാർത്തി പൂജ നടത്തുന്നു. മൂന്നാമത്തെ ദിവസം ശിവരാത്രി പൂജയും ശിവരാത്രി മഹോത്സവത്തിൻ്റെ സമാപനമായി അന്ന് എല്ലാ രസതാലപ്പൊലിയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നെയ്വിളക്കും ധാരയുമാണ് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിനുള്ളിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. വിവാഹ തടസ്സം മാറാനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുമായി ഗണപതി സ്വാമിക്ക് തുടർച്ചയായി 7 വെള്ളിയാഴ്ചകളിൽ ഒറ്റയപ്പ നിവേദ്യം സമർപ്പിച്ചാൽ മതിയെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുപോലെ തന്നെ മുരുകന് തുല്യ പ്രാധാന്യമായി അർഹിക്കുന്ന മുരുകനും ഒറ്റ നാരങ്ങ നെയ്വിളക്ക് നാരങ്ങ വിളക്ക് തുല്യ പ്രാധാന്യമാണ്. അതുപോലെ ശാസ്താവ് ഭാര്യാസമേതം കുടുംബസമേതനായിട്ടിരിക്കുന്നതാണ്. അടുത്ത് പ്രഭാദേവിയും സത്യകനും മകനുമായിട്ട് ശാസ്താവ് കുടികൊള്ളുന്നുണ്ട്. ശാസ്താവിന് പ്രധാന വഴിപാടുകളായ നീരാഞ്ജനം, എള്ളുതിരി കൂടാതെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് നാളികേരം ഉടയ്ക്കൽ. നാളികേരം ഉടച്ച് അതിൻ്റെ ജലം ഭഗവാന് ശിരസിലൂടെ ഒഴിക്കുന്നത് പ്രധാനമാണ്. അത് പ്രത്യേകതയുള്ള ഒരു വഴിപാടാണ്. വലത്തുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗണപതിക്ക് പ്രധാനം ഒറ്റയപ്പം വഴിപാട് മംഗല്യകാര്യ സിദ്ധിക്കായിട്ടും അതുപോലെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനായിട്ടും ഒറ്റയപ്പം വഴിപാട് ഭഗവാന് പ്രധാനമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
മഹാദേവനെ തൊഴുതിറങ്ങിയാൽ പത്നിപുത്ര സമേതനായി അനുഗ്രഹമരുളുന്ന ശാസ്താവിനെ വണങ്ങാം. പത്നിപ്രഭയ്ക്കും പുത്രൻ സത്യകനുമൊപ്പമാണ് ഇവിടെ ശാസ്താവിന്റെ പ്രതിഷ്ഠ. സമീപത്തായി നാഗദൈവങ്ങളുമുണ്ട്. യക്ഷിയമ്മയെയും ഭദ്രകാളിയെയും വണങ്ങി സുബ്രഹ്മണ്യസ്വാമിക്ക് അരികിലെത്താം. പഞ്ചാമൃതവും പാലഭിഷേകവും ഒറ്റനാരങ്ങാമാലയുമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നടയിലെ പ്രധാന വഴിപാടുകൾ. ഷഷ്ഠി പ്രദോഷ ദിവസങ്ങൾക്കും ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. മഴക്കാലമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. മഴ കനത്താൽ ക്ഷേത്രമുറ്റത്തും നാലമ്പലത്തിനുള്ളിലും വെള്ളമെത്താറുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലൂടെ അരുവി ഒഴുകുന്നതുകൊണ്ടാണ് അരുവിക്കൽ എന്ന പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. വെള്ളച്ചാട്ടത്തിന് അടിയിലായി ഒരു ഗുഹ ഉള്ളതായും പഴമക്കാർ പറയപ്പെടുന്നു. ശിവരാത്രി, കർക്കിടക വാവ് ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത്. വാവ് ദിനത്തിൽ ബലിതർപ്പണത്തിനായും 100 കണക്കിന് ഭക്തർ എത്താറുണ്ട്. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം. ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി. രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. അവിടെ ശ്രീരാമനെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം രാമായണത്തിൻ്റെ വിഷയങ്ങളെ, രാമായണ ചരിതത്തെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കേറെ സംഗ്രഹ പടുത്വത്തോടു കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം. ധാത്രീഭാരം ഭൂമിയുടെ ഭാരം. ധാത്രി ഭൂമി, ധാത്രി അമ്മ, ധരിക്കുന്നവൾ, ധാരണം ചെയ്യുന്നവൾ ധാത്രി. ഇവിടെ ഭൂമി, നമ്മളെല്ലാം ധരിക്കുന്ന അമ്മയാണ് ഭൂമി. ഈ ഭൂമിയുടെ ഭാരം ദുർജനങ്ങളാലുള്ള ഭാരം. സമാജത്തെ മുഴുവൻ നിലനിർത്തുന്ന വ്യവസ്ഥയാണ് ധർമ്മവ്യവസ്ഥ. ആ ധർമ്മവ്യവസ്ഥയാൽ സന്തുലിതമായ രീതിയിൽ പ്രപഞ്ചം നിലകൊള്ളുന്നു, ജഗത്ത് നിലകൊള്ളുന്നു. അങ്ങനെ ധർമ്മവ്യവസ്ഥയെ അനുസരിച്ച് നമ്മളൊക്കെ ജീവിക്കുമ്പോൾ താൻ കഴിയുന്നതോടൊപ്പം, താൻ സുഖത്തിനായിക്കൊണ്ട് പ്രയത്നിക്കുന്നതോടൊപ്പം ഈ ജഗത്തും സമൂഹവും സുഖമായിരിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ അത് ഈ ജഗത്തിൻ്റെ, ലോകത്തിൻ്റെ സന്തുലിത ഭാവത്തെ ചെയ്യും. എന്നാൽ എപ്പോഴാണോ സ്വാർത്ഥപരായണന്മാരായി ഈ ധർമ്മബോധം നമുക്ക് നഷ്ടമാകുന്നത്, നമ്മുടെ സുഖം മാത്രം ആഗ്രഹിച്ച്, അതുകൊണ്ട് ചുറ്റുപാടിന്, സമാജത്തിന് എന്ത് വന്നാലും തിരക്കേടില്ല, നമുക്ക് സുഖം ഉണ്ടായാൽ മതി എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ കഴിയുമ്പോൾ അതേ നമ്മൾ തന്നെ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് ഘാതകന്മാരായിത്തീരും. സന്തുലിത ഭാവം നഷ്ടപ്പെടും. അതാണ് ഭൂഭാരം വർദ്ധിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം.
അങ്ങനെ ധർമ്മവ്യവസ്ഥ താറുമാറാകുമ്പോൾ ബ്രഹ്മാദി ദേവഗണം, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ ഈ പ്രപഞ്ച വ്യവസ്ഥയെ വീണ്ടും ക്രമീകരിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് ഈ അവ്യവസ്ഥയെ തീർക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഭക്തിപൂർവം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തതുകൊണ്ട്, ഇത് രാമായണത്തിൻ്റെ വിഷയം തന്നെയാണ്, നമുക്ക് വിസ്തരിച്ച് പഠിക്കാനുള്ളതാണ്, സംഗ്രഹിച്ച് പറയുകയാണിപ്പോൾ. അങ്ങനെ ബ്രഹ്മാദിദേവന്മാർ സ്തുതിച്ചതുകൊണ്ട് ദുഗ്ധാബ്ധി മധ്യേ, ദുഗ്ധാബ്ധി, അബ്ധി സമുദ്രം, ദുഗ്ധം പാല്, പാൽക്കടലിൻ്റെ മധ്യത്തിൽ എവിടെ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ, ഭോഗി സർപ്പം, പാമ്പ്, സത്തമൻ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠമായ ശയ്യയിൽ, അവിടെ ശയ്യ ഭോഗിയാണ്, സർപ്പമാണ്. അങ്ങനെയുള്ള ഭോഗിയുടെ ശയ്യമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും നിലനിർത്തിക്കൊണ്ട് പലവിധ ചേഷ്ടകളിലൂടെ സ്ഥിതിപാലനം നിർവഹിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഭഗവാൻ പ്രവർത്തിക്കുന്നു. അതേ സമയത്ത് അവിടുത്തെ പാരമാർത്ഥികമായ ഭാവം ഈ വ്യവഹാരത്തിനെല്ലാം അപ്പുറത്തുള്ളതാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരാദി വ്യവഹാരങ്ങളെല്ലാം വിലയിച്ച അവസ്ഥയാണ് ഇവിടെ സമുദ്രമായി ഏക ജലരാശിയായി കൽപ്പിച്ചിട്ടുള്ളത്. അവിടെ ഭോഗി സത്തമനാകുന്ന മെത്ത, നമ്മുടെ വൈദിക സാഹിത്യത്തിൽ വൈയക്തികമായ ശക്തിയുടെ പ്രതീകമായിട്ടാണ് സർപ്പം വരുന്നത്. കുണ്ടലിനി എന്നും വൈയക്തികമായ ശക്തി എന്നും പല ഭാഷയിൽ നമുക്ക് പറയാം. ഇതിനെ ധരിക്കുന്നു പരമശിവൻ, ഇതിൽ ശയിക്കുന്നു മഹാവിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ പരമമായ ശക്തിയുടെ പ്രകടനം ആ ശക്തിയിൽ വിലയിച്ച് വിലയീഭൂതനായിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരാദികളെല്ലാം വിലയിച്ച് അതിനാൽ ഒന്നും ബാധിക്കപ്പെടാതെ പ്രപഞ്ചം മുഴുവൻ ലീനമായ അവസ്ഥയിൽ അവിടെ ശക്തിയുടെ പരമമായ പ്രകടിത ഭാവത്തിൽ കഴിയുന്ന, അത് പലതായി വികസിച്ചിട്ടില്ല, അല്ലെങ്കിൽ പലതായി വികസിക്കുകയല്ല, പല നാമരൂപ ഭാവങ്ങളിൽ വികസിക്കുകയല്ല, മറിച്ച് അതിൻ്റെ മൂലരൂപമായ മൂലഭൂതമായ രൂപത്തിൽ ശക്തി സമാഹൃതമായ ഭാവത്തിൽ അവിടെയാണ് മഹാവിഷ്ണു കിടക്കുന്നത്. വളരെ ഗൂഢമായ ഗുപ്തമായൊരു കൽപ്പനയാണിത്. അവിടെ സ്തുതിച്ചുണർത്തുകയാണ് ദേവന്മാർ. ഇപ്പോൾ ഗുപ്തമായ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ സുപ്തമായ അവസ്ഥയിൽ നിന്ന്, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശക്തിയുടെ ഒരു സമാഹൃതമായ ഭാവത്തിൽ നിന്ന് അതിനെ ധർമ്മരക്ഷാർത്ഥം പ്രകടമാക്കുന്ന ഒരു ഭാവമാണ് ഈ സ്തുതിയിലൂടെ വരുന്നത്. അങ്ങനെയുള്ള മഹാവിഷ്ണുവെ, നാരായണനെ സ്തുതി ചെയ്ത് ബ്രഹ്മാദി ദേവന്മാർ, അവിടെ ബ്രഹ്മാദി ദേവന്മാരെന്ന് പറയുമ്പോൾ ദേവന്മാരിൽ പ്രഥമൻ ബ്രഹ്മാവ് എന്ന ഒരർത്ഥം, രണ്ട് സൃഷ്ടിക്ക് അധിദേവത ബ്രഹ്മാവാണ്. ഇപ്പോൾ സൃഷ്ടി മുതൽക്കുള്ള എല്ലാ ലോകവ്യവഹാരങ്ങളെയും നിർവഹിക്കുന്നതിനുള്ള താത്പര്യത്തോടുകൂടി ബ്രഹ്മാദി ദേവന്മാർ ഈ ലീനമായ അവസ്ഥയിലുള്ള ചൈതന്യത്തെ പ്രകടമാക്കുന്നതിനായിക്കൊണ്ട് സ്തുതികളെ ചെയ്തു. അങ്ങനെ സ്തുതിയുടെ ഫലമായിട്ട് ധാത്രീമണ്ഡലം തന്നിൽ, ഭൂമണ്ഡലത്തിൽ മാർത്താണ്ഡകുലത്തിങ്കൽ, മാർത്താണ്ഡകുലം സൂര്യവംശം, സൂര്യവംശത്തിൽ ധാത്രീന്ദ്രവീരൻ ദശരഥന് തനയനായി, ധാത്രീന്ദ്രൻ ഭൂമിയുടെ നാഥൻ രാജാവ്, രാജശ്രേഷ്ഠനായ ദശരഥൻ്റെ പുത്രനായിട്ട് രാമൻ വന്നു. എങ്ങനെ വന്നു? എന്തിനു വന്നു? രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം, രാത്രിചാരികൾ,
നിശാചാരികളായ രാത്രീഞ്ചരന്മാരായ രാക്ഷസന്മാർ, രാവണൻ തുടങ്ങിയവരെയെല്ലാം മാർത്താണ്ഡാത്മജപുരം, മാർത്താണ്ഡൻ സൂര്യൻ, സൂര്യൻ്റെ ആത്മജൻ സൂര്യപുത്രൻ യമൻ, യമൻ്റെ പുരം, യമൻ്റെ പട്ടണത്തിലേക്ക് പ്രാപിപ്പിച്ചൊരു ശേഷം അവരെയെല്ലാം വധിച്ച് യമാലയത്തിലേക്ക് പറഞ്ഞയച്ച ശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച, വീണ്ടും തൻ്റെ പൂർവ്വ അവസ്ഥയെ പ്രാപിച്ച, അവതാരത്തെ ഉപസംഹരിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതിയുടെ ശ്രീപാദത്തെ ഞാനിതാ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി രാമവന്ദനവും വിഷയ സംഗ്രഹവും ചെയ്തുകൊണ്ട് രാമായണത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. രാമന്റെ കഥയാണ് രാമായണം. മുഴുവൻ സംഭവവികാസങ്ങളും നടക്കുന്നത് രാമനെ ചുറ്റിപ്പറ്റിയാണ്. രാമാവതാരം ഉണ്ടാവാനുണ്ടായിട്ടുള്ള സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാം. ധർമ്മ സംസ്ഥാപനത്തിനായി, രാവണാദി കുംഭകർണന്മാരെ നിഗ്രഹിക്കുന്നതിനായി, ഒരു സാധാരണ മനുഷ്യനായി, മര്യാദാ പുരുഷോത്തമനായി ഭഗവാൻ അവതാരമെടുത്തു. ഈ ഭഗവാന്റെ കഥ തൊട്ടാണ് രാമായണത്തിന്റെ ഒരു തുടക്കം നാം പൊതുവിൽ പറയാറുള്ളത്. അവിടെ വെച്ച് അയോധ്യയെക്കുറിച്ച്, കോസല രാജ്യത്തെക്കുറിച്ച്, ആ കോസല രാജ്യത്തിന്റെ രാജാവായിട്ടുള്ള നേമി എന്ന ദശരഥനെ കുറിച്ചൊക്കെ നാം സംസാരിക്കും. രാമനാണ് ദശരഥന്റെ മൂത്ത പുത്രൻ എന്നൊരു വ്യാഖ്യാനം പൊതുവിൽ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ശ്രീരാമസ്വാമിക്ക് മുമ്പായി ദശരഥന് ഒരു മകൾ ഉണ്ടായിരുന്നു എന്ന വസ്തുത എത്ര പേർക്കറിയാം? രാമന് മുമ്പ് ദശരഥന് കൗസല്യയിൽ ഒരു മകൾ ജനിച്ചിട്ടുണ്ട്. ആ മകളുടെ പേരാണ് ശാന്ത. യഥാർത്ഥത്തിൽ ശ്രീരാമസ്വാമിയുടെ, സാക്ഷാൽ ലക്ഷ്മണസ്വാമിയുടെ, ശത്രുഘ്നസ്വാമിയുടെ, ഭരതസ്വാമിയുടെ ഒക്കെ തന്നെ ചേച്ചി സ്ഥാനം ഉള്ള ആളാണ് ശാന്ത. ശാന്ത ദശരഥന്റെ മകളായിരുന്നു. സ്വന്തം ഭാര്യയായിട്ടുള്ള കൗസല്യയിൽ ഒരു തരത്തിലുള്ള യാഗങ്ങളും നടത്താതെ സ്വാഭാവികമായി ദശരഥന് ഉണ്ടായിട്ടുള്ള മകളാണ് ശാന്ത. ദശരഥനൊരു പുത്രി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ പുത്രിയായിട്ടുള്ള ശാന്തയെക്കുറിച്ച് കൂടുതൽ രാമായണത്തിൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അതിന് ഏറ്റവും ലഘുവായിട്ടുള്ള ഉത്തരം, ഒരിക്കൽ ദശരഥനെ കാണാനായി ദശരഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അംഗരാജ്യത്തെ രാജാവുമായിരുന്ന ലോമപാദൻ തൻ്റെ ഭാര്യയോടൊപ്പം എത്തുന്നു. അപ്പോഴാണ് ശാന്തയോടൊപ്പം തൻ്റെ ലീലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അച്ഛനായിട്ടുള്ള ദശരഥനെ അവിടെ കാണുന്നത്. ശാന്തയോടൊപ്പം ആ മട്ടുപ്പാവിലിരുന്ന് കളിക്കുന്ന ദശരഥനെ കാണുന്ന ലോമപാദ രാജാവിന് അത്യന്തം വിഷമമാണ് ഉണ്ടാവുന്നത്. കാരണം അദ്ദേഹവും ഭാര്യയും വലിയ തോതിൽ പുത്രദുഃഖം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ലോമപാദ രാജാവ് ദശരഥനോട് ചോദിക്കുന്നത്, ഈ ശാന്തയെപ്പോലെ ഒരു മകളെ അങ്ങേക്ക് കിട്ടിയല്ലോ, ഇത്ര കണ്ട് നിപുണയായിട്ടുള്ള, ഈ പ്രായത്തിൽ തന്നെ ഇത്ര കണ്ട് പാണ്ഡിത്യമുള്ള, ഇത്ര കണ്ട് ചൈതന്യമുള്ള ഒരു മോളെ അങ്ങേക്ക് കിട്ടിയല്ലോ, ഞങ്ങൾക്ക് മഹാദേവൻ ഇങ്ങനെ ഒരു മോളെ തന്നില്ലല്ലോ എന്നുള്ള വിഷമം, ഒരു ആത്മഗതം പോലെ ലോമപാദ രാജാവ് അംഗരാജ്യൻ ഈ ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെടുന്നത്. ആ സുഹൃത്തിന്റെ വിഷമത്തിൽ മനസ്സലിഞ്ഞ ദശരഥൻ തൻ്റെ സ്വന്തം മകളായിട്ടുള്ള ശാന്തയെ ലോമപാദ രാജാവിന് ദത്തായി നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് ശാന്ത വളരുന്നത് അയോധ്യയിലല്ല, കൗസലത്തിലല്ല, മറിച്ച് അംഗരാജ്യത്താണ്. അംഗരാജ്യത്ത് മഴ പെയ്യാതിരിക്കുന്ന കഥ ഏറ്റവും പ്രശസ്തമാണല്ലോ. ആ അംഗരാജ്യത്ത് മഴ പെയ്യിക്കാനായി വന്ന മുനികുമാരൻ ഋഷ്യശൃംഗൻ, അദ്ദേഹം തന്നെയാണ് ആ യാഗാവസാനം ഈ ശാന്തയെ വിവാഹം കഴിക്കുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാമാവതാരത്തിന് കാരണമാകാൻ ശാന്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഋഷ്യശൃംഗൻ തന്നെയാണ് പുത്രകാമേഷ്ടി യാഗം നടത്തുന്നതും അതിൽ നിന്ന് ലഭിക്കുന്ന പായസം സേവിച്ചാൽ അങ്ങയുടെ ഭാര്യമാർക്ക് സന്താനഭാഗ്യം ഉണ്ടാവും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതും. അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാമാവതാരത്തിന് ശാന്തയും കാരണമായിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ശാന്തയുടെ പതിയായിട്ടുള്ള സാക്ഷാൽ ഋഷ്യശൃംഗനാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്. ആ ശാന്തയെക്കുറിച്ച് കൂടി ഓർക്കുമ്പോഴേ ആ അയോധ്യയിലെ മുഴുവൻ വംശത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. രാമായണത്തിൽ ഒരു കഥാപാത്രത്തെയും നമുക്ക് ഇത് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കില്ല. 4 ഉത്തമരായിട്ടുള്ള ആൺകുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അത്യുത്തമയായിട്ടുള്ള ഒരു പെൺകുട്ടിയും ദശരഥ മഹാരാജാവിനുണ്ടായിരുന്നു എന്നുള്ള വസ്തുത രാമായണം പഠിക്കുന്ന പല ആളുകളും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ രാമായണ മാസക്കാലത്തെങ്കിലും
ശാന്തയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നാം പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. പുത്രദുഃഖത്താൽ വിഷമിക്കുന്ന സ്വന്തം സുഹൃത്തിന് സ്വന്തം മകളെ ദാനം ചെയ്യാനുള്ള മനസ്സ് ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ശാന്തയെ ഓർക്കുമ്പോൾ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. വടക്കേ ഇന്ത്യയിൽ മണാലി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഋഷിശൃംഗന്റെ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇന്നും ശാന്താദേവിയുടെ പ്രതിഷ്ഠ നമുക്കവിടെ കാണാൻ സാധിക്കും. ശാന്തയെ ആരാധിക്കാൻ വരുന്നവരെ മുഴുവൻ ശ്രീരാമൻ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി അനുഗ്രഹിക്കും എന്നാണ് ആ ക്ഷേത്രത്തിലെ വിശ്വാസം. അപ്പോൾ മലയാളികൾക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു ശാന്തയെ പലരും മനസ്സിലാക്കാതെ ഇതൊരു പ്രധാനപ്പെട്ട കഥാപാത്രമല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ശാന്തയെ കൂടി ഈ രാമായണ മാസക്കാലത്ത് നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. ശാന്തയുടെ പാണ്ഡിത്യത്തെ, ശാന്തയുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് രാമാവതാരത്തിന് പോലും കാരണമായിട്ടുള്ള ശാന്തയെ നമസ്കരിച്ചുകൊണ്ട് വേണം ഇത്തവണത്തെ രാമായണ മാസം നാം പൂർത്തിയാക്കാൻ എന്ന് മാന്യ ശ്രോതാക്കളോട് അഭ്യർത്ഥിക്കുന്നു. ശാന്തയുടെ മഹത്വം നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അതിലൂടെ രാമധർമ്മത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. शृणु सुमुखी तव चरण नलिनदासोऽस्म्यहम् शोभनशीले प्रसीद प्रसीद मे ജനകജയുമവനൊടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ട് ചൊല്ലിയിടിനാൽ ദശരഥജ നിശിത ശരദലിതവ പുഷാ ഭവാ ദേഹം വിനായമലോകം പ്രവേശിക്കും. ഉഷസ്സിനിശിചരികളിവരുടലു മമ ഭക്ഷിക്കൂ ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ മരണ
ഗണപതി മമ പതി പുരന്ദര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതിശയന നമലനഖിലേശ്വരൻ പൂർവദേവാരാദി ഭുക്തിമുക്തിപ്രദൻ പുരമഥന ഹൃദയമണി നിലയനതിവാസിയാം ഭൂദേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ